പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വില കൂടിയ വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം ചുറ്റുകയാണ്. അന്താരാഷ്ട്ര ടൂറുകളിൽ തുടരുമ്പോൾ സാധാരണ പൗരന്മാരോട് വിദേശയാത്ര ഒഴിവാക്കാനാണ് മോദി ആവശ്യപ്പെട്ടത്. എന്നിട്ടും ഇത്തരത്തിൽ മോദി കാണിക്കുന്ന പ്രവൃത്തിയെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി തുടർച്ചയായി തന്നെ അന്താരാഷ്ട്ര സന്ദർശനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ ജനങ്ങളോട് വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് അവിടെ നിന്നുകൊണ്ട് എന്ത് സന്ദേശമാണ് അവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യമാണ് രാഹുലിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ സർക്കാർ ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്നും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം വിദേശയാത്രകൾ നടത്തുന്നതിൽ വൈദൂര്യമുണ്ട് എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നത്. രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്നും വരും മാസങ്ങളിൽ വിലക്കയറ്റം കൂടുതൽ രൂക്ഷമാകുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രത്യേകിച്ച് ഇന്ധനവിലയും പാചകവാതക വിലയും കുത്തനെ തന്നെ ഉയരാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവയുടെ വില വർധനയുടെ ആഘാതം സാധാരണ ജനങ്ങൾ ഉടൻ തന്നെ അനുഭവിക്കേണ്ടി വരും. വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനോടൊപ്പം തന്നെ സ്വർണം വാങ്ങുന്നതിലും വിദേശ യാത്രകളിലും സർക്കാർ ജനങ്ങളെ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെടുന്നുവെന്ന വാദവും രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ജനങ്ങളിലേക്ക് പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം രാഹുലിന്റെ ആരോപണങ്ങൾക്ക് BJP നേതൃത്വത്തിൽ നിന്നും ശക്തമായ മറുപടി വരാനാണ് സാധ്യത. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊന്നും രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഇത്തരം സന്ദർശനങ്ങൾ എന്നതുമാണ് BJP മുൻപ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങളും സാമ്പത്തിക ആശങ്കകളും ശക്തമാകുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പുതിയ പരാമർശങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ രാജ്യദ്രോഹിയായി രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചു. RSS പ്രവർത്തകർ മുന്നിൽ വന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രി ഒരു രാജ്യദ്രോഹിയാണ്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഒരു രാജ്യദ്രോഹിയാണ്, നിങ്ങളുടെ സംഘടന രാജ്യദ്രോഹപരമാണ്, നിങ്ങളുടെ ഇന്ത്യയെ വലുത് അതായത് വിറ്റുതുലയ്ക്കാൻ പ്രവർത്തിച്ചു എന്നതാണ് അവരോട് നിങ്ങൾ പറയണമെന്നതാണ് രാഹുൽ പറയുന്നത്. വിദേശയാത്രകൾക്ക് വേണ്ടി അവിടെ വില കൂടിയ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനെ പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ വിമർശിച്ചു. പ്രധാനമന്ത്രി ജനങ്ങളോട് വിദേശയാത്രകൾ ഒഴിവാക്കാൻ പറയുന്നുവെന്നും എന്നിട്ട് ആയിരക്കണക്കിന് കോടി വിലയുള്ള വിമാനങ്ങൾ സ്വയം വിദേശത്തേക്ക് അവിടെ വിദേശയാത്രകൾ നടത്താൻ ഉപയോഗിക്കുന്നു. സ്വന്തം വിദേശയാത്രകൾ തുടരുമ്പോൾ ജനങ്ങൾക്ക് വിപരീതമായ സന്ദേശം നൽകാനാണ് പ്രധാനമന്ത്രി ഇവിടെ കൂടുതലായും ശ്രമിക്കുന്നതെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. ആഗോള അസ്ഥിരതയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും കാരണം യുദ്ധവും ചിലവഴിക്കലും കുറയ്ക്കാൻ നേരത്തെ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകളെയും രാഹുൽ ഗാന്ധി ഇവിടെ പരാമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ COVID-19 മഹാമാരിയെ ആ ഒരു കാലത്തെയും നോട്ട് നിരോധന കാലത്തെയും പ്രസംഗങ്ങളെയും രാഹുൽ ഗാന്ധി പരാമർശിച്ചു. ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൂരമ്പുകൾ എതിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.